അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു ಡೈಲಿ ವ್ಲಾಗ್ ಹಾಕ್ಯಂತಲ್ಲ ಇಂದത്തെ ഒരു ವ್ಲಾಗ್ ಉಂಡಲ್ಲಿ ಉಚ್ಚಗೈತೇಕ್ರೆ ನಾನು ಸ್ಟಾರ್ಟ್ ಹಾಕ್ರೆ ಅಪ್ಪ ನಂದು ಡೈಲಿ ഒരു ವ್ಲಾಗ್ നോക്കിയൊക്കെ ಗೊಂತಿಕ್ಕು ನಾನು ಎಪ್ಪೋ ಉಂಡಲ್ಲಿ ഒരു 7:30 8:30 ಆಂಬತ್ತಿಗೂ 8:30 ಉಳ್ಗ ನಂದು ಸುಬೈತು ನಾಷ್ಟ ಮುಚ್ಚದ ചോറ് കറി എല്ലാം ആയിത്തിക്കറല്ലേ. അപ്പോൾ ഇന്നത്തെ ഡേ ഒരു തെല്ല് ചേഞ്ചസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ഒരു സ്വരമായിട്ടില്ല ಅಂತ അങ്ങനെ പിന്നെ ഉച്ചയിൽ പിന്നെ ഇൻ്റെ വ്ളോഗ് പിന്നെ ആക്കില്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കറി ആയിട്ട് വിശേഷമൊന്നുമില്ല, ചോറ് ഓൾറെഡി ആയിട്ടിന്ത്. പിന്നെ മീൻ്റെ കറിക്ക് കായും ഒന്ന് അരച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ಬಿಟ್ಟು ತಿನ್ನೆ. അങ്ങനെ പിന്നെ അതൊന്ന് പേപ്പാട്ടിയിട്ട് എടുക്കുകയല്ലേ. പിന്നെ സിമ്പിളായിട്ട് അരച്ചിട്ട് ഓത്തോകും പിടിക്കും. പിന്നെ സ്വർത്തോലിണ്ട് ഉഷാറില്ലാണ്ടും ചെന്നാൽ അങ്ങനെ പിന്നെ അവൾ ബണ്ണിലാണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ഉച്ചര ടൈം ആയിത്തിക്കറ് അരച്ച് തോത്തിത്തൊന്നു എടുക്കാണ്ട് അങ്ങനെ ഉണ്ടല്ലേ. ഓരോരോ റൂമോട് ഓർക്കത്ത് അരച്ചിട്ട് തോത്തിട്ട് എടുത്തൊന്നുമില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ഇട ഇപ്പോഴത്തെ ബുൾപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇടിയാകത്ത് അരച്ചിട്ട് ഓർക്കലേ ഉണ്ടല്ലേ തോത്തിട്ട് എടുക്കുമാവില്ല. അങ്ങനെ പിന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കിട വറങ്ങിട്ട് റൂമൊന്ന് വേഗം ഒന്ന് അരച്ച് തോത്തി തീർത്തുണ്ടായെങ്കിൽ പിന്നെ വർക്കിത്ത് ബാക്കി സൊറാക്കിയിട്ട് എടുക്കല്ലേ. അങ്ങനെ പിന്നെ ഇങ്ങനത്തൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തോന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണണ്ടല്ലേ മേലത്തെ സൈഡിൽ ഒന്നൊന്നേ പൂന്നുകൊണ്ടുണ്ട് കീലി യോഗം നോക്കിയോന്നില്ല. അങ്ങനെ പിന്നെ ഇന്നത്തെ ഡേ ഉണ്ടല്ലേ വ്ളോഗ് എന്തും ആക്കില്ലാണ്ടും പിന്നെ ബിയർച്ചി തിന്നിച്ചെന്നിട്ടെങ്കിൽ എന്തും സ്പെഷ്യൽ അങ്ങനത്തെ എന്തും ആക്കുക എന്തും ഇല്ല ಅಂತ. അങ്ങനെ പിന്നെ ഇതിൻ്റെ തോർനാൽ സ്കിപ്പാക്കാൻ പിന്നെ സഡന്നായിട്ട് മനസ്സായിട്ട് എന്ന് തോന്നുന്നത് എപ്പം നിങ്ങൾ ഉണ്ടോ నాకు കമൻറ്റ് ആക്കിയിട്ട് കേട്ടിരുన్నారు മാഷാല്ല നിങ്ങൾ സ്വറ ಬೇಗಲ್ಲಿ ಉಂಟು അപ്പോണ്ടല്ലേ. പിന്നെ ഇന്നക്ക് എപ്പം രണ്ട് സ്വറ ಬೇಗ ആയിത്തിന്നെ വ്ളോഗ് ഒക്കെ ഇങ്ങനത്തെ ഒരു ഡേയും വ്ളോഗൊക്കെ ഷൂട്ട് ആക്കാൻ ചോദിച്ചു അങ്ങനെ ബിയർച്ചെ. അപ്പോൾ കിച്ചണിಗೆ ಒಂದು ഉച്ച ടൈമിൽ ಬಂದപ്പോൾ ನನಗೆ കാട്ടിയൊന്നുമില്ല ഇടം ഉണ്ടല്ലേ ഒന്നാമത്തെ കിട ഉറങ്ങോ കേട്ടിട്ടില്ല ബുൾപ്പിട്ടിട്ടും ഹട്ട കിട്ടിയോ അങ്ങനെ മീനല്ലേ. ഇപ്പോഴത്തെ എല്ലാം ആക്കി വെച്ചതു ഇടം അങ്ങനെ മീന്ത് പാതി കൽകിത്ത് എടുക്കുമ്പോഴത്തേക്കും നല്ല ബുൾപ്പിടോഗു സ്റ്റാർട്ടാക്കി. അങ്ങനെ പിന്നെ എന്ത്ര കൈക്ക് കിട്ടിയിട്ട് ചീപ്പോ ಅದೆಲ್ಲ ಕಲಿಕೋಗು ಎಂದ್ರೆಲ್ಲ ಕೊಡ್ತಿತ್ತು ಸಮಾಧಾನ ಆಯ್ತಮೇ ಇಲ್ಲ ಅಂತ. അങ്ങനെ പിന്നെ എന്താക്കിയ പാതി ഇടത്തെ വെച്ചിട്ട് ഇന്ന് എന്തായാലും ഉറക്കിയിട്ടേ ഞാൻ ಬಂದಿದ್ದಾಕ್ರೆ ಕಲ್ಗಿತ್ತು എടുക്കരാശു ಅಂತ അങ്ങനെ വിചാരിച്ചെ. പിന്നെ ചോറൊന്നാമത്തെ അതുണ്ടല്ലോ ഉണ്ട് നീറായിട്ട് ചൊല്ലണമെങ്കിൽ മങ്ങലത്തേക്ക് ഒന്ന് പോകിന്ത്. അങ്ങനെ പിന്നെ ഫീസറിൽ ഇന്ന കായം ഉണ്ടല്ലോ അതൊന്ന് പറത്ത് വെച്ചിട്ട് ಬಿಟ್ಟೆ. ಸಡನ್ ಮಂಗಲ್ತಿಗೆ ഇങ്ങനെ പോകണ്ടു പറത്തായിട്ടാകുമ്പോഴത്തേക്കും പിന്നെ ഹസ്ബൻഡ് ചെന്ന് ಬೇಡ ಬಿಡು ಮಂಗಲ್ತಿಗೆ ನಾನೀಗ ಬಿರಿಯಾನಿ ಪಾರ್ಸಲ್ಕೊ ಅಂತಂಡೆ ನೀ ಅದು ತಿನ್ನು ചെന്ന് ಮಂಗಲ್ത്ത് പോകണ്ട വേണ്ട ചൊന്ത. അങ്ങനെ പിന്നെ പോകണമെങ്കിൽ രണ്ട് ಮಂಗಲം മിന്ത് അങ്ങനെ പിന്നെ പോയിട്ടില്ല. എന്നൊക്കെ പിന്നെ കൊസിയേ ആയിട്ട് യാറ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ട ഒരു സ്വറവ് കിടോടെ പിടിച്ച് തൂളിരല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഓർഡർ ആക്കിയത് പാർസലും വന്ന് അങ്ങനെ പിന്നെ ഉച്ചത്തെ ചോറുണ്ട് പിന്നെ തെല്ലി ആരമേയ്ത്ത് ചിക്കൻ ബിരിയാണി പിന്നെ ಸಲಾಡಿಂತು. അങ്ങനെ പിന്നെ ഇതിൽ ചോറുണ്ടല്ലോ ഒന്നാമത്തെ യാറമീന്ത്. അങ്ങനെ പിന്നെ ನಾನು കുറേ ചോറുണ്ടിತ್ತು. അങ്ങനെ പിന്നെ ബാക്കിയിರೋದು ഹസ്ബൻഡ്ക്കും പിന്നെ ഇക്കಟ್ಟು ಜಾವತ್ಗೆ ಬಂದು ಉಣ್ಣೋಚು ಅಂತ അങ്ങനെ പിന്നെ വെച്ചിട്ട് ಬಿಟ್ಟೆ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ಬಿಡ പിന്നെ വെച്ചാക്കിತ್ತು ഉണ്ണാലേച്ചു ಅಂತ അങ്ങനെ നക്ക് ಬೇನೆ ಉಂಡಿತ್ತು. പിന്നെ ഇടക്കൽക്ക് ഉപ്പ് കൊണ്ടേണ്ട അങ്ങനെ. അപ്പോൾ ನಾನು ചോറുണ്ടോ ഒന്നാമത്തതുണ്ടല്ലേ കിടോടെ അപ്പുറത്തെല്ലാം ആക്കിയിട്ട് വർക്കിത്തೈತಿക്ക് ചോറുನೋಗಿ ಬನ್ನೆ. അപ്പോൾ ഒരു സൈഡ് ഒരു ರೂಮ್ അടച്ചിട്ടಂತ തോത്തിര ബാക്കിയുടെ കാട്ടൊന്ന് കിച്ചണിಗೆಲ್ಲ കാട്ടൊന്ന് അടച്ചിട്ടുണ്ടല്ലേ കിച്ചണിൻ്റെ മൂലയിൽ വെച്ചിട്ട് ಬಿಟ್ರೆ. അപ്പോൾ ಬೇಗ ഒന്ന് കിച്ചണിಗೆ പോയിട്ട് ബ്രേക്കെല്ലാം എടുത്ത് ಬಂದು കിടോടെല്ലാം വർക്കി പിടിച്ചിട്ടെല്ലാം ആയാൽ പിന്നെ ജസ്റ്റ് ഇനി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കറാണ്ട്. അപ്പോൾ എപ്പം ನಾನು ಇಂದು ನೇರ ಇತ್ತುಂಡಲ್ಲಿ ಬ್ಲಾಗ್ ಹಾಕಿಲ್ಲಂಟೆ ಬಿಯರ್ಚಿತಿನ್ನೆ. ಬಟ್ ಎಪ್ಪಂ ಅನಿಗೆ ಬೇರಿಕ್ಕಿರಲ್ಲ ಎಲ್ಲ ಸ್ವರಂ ಬೇಗ ಮೇ ಐತಿಕ್ಕಿರಿ ಎಲ್ಲ ಡೇಸು ಮೊರೆ ಪಲಿಕ್ಕಿಲ್ಲ ಅವ್ರವ್ಕ ಜೋರು ತೀರತ್ತಪ್ಪ ಎಂದಾಕಿ ಅಂತಿಕ್ಕಿರಿ ಕಿಡೋಡೆ പിടിച്ചിട്ട് నాకు ഒത്തിಗೆ ഉണ്ടല്ലേ അത് ഹാൻഡിൽ ആക്കും കഷ്ടപ്പലമേ ആവും. അങ്ങനെ പിന്നെ അൻ്റത്ത് തീരാത്ത നാളിൽ മാത്രം ഞാനിങ്ങനെ പാർസൽ എന്തെങ്കിൽ ബിൽപ്പത്തി ദയിക്കറേ. പിന്നെ ഇതിൻ്റെ നാളിൽ അങ്ങനത്തെ സ്വരന്തും ഇല്ല ಅಂತ. പിന്നെ തുണിയൊന്ന് വാഷിംഗ് മെഷീൻಗೆ ഇട്ടിട്ട് തിന്നെ അതും കിട ഉറങ്ങിയാൽ പിന്നെ ഉണ്ടല്ലേ വാഷിംഗ് മെഷീൻ്റെ ബന്ധാക്കിയിട്ട് വെച്ചിരെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഫുള്ള് സൈലൻറ്റ് ഇക്കറല്ലേ അതൊരു സൗണ്ട് ജോർ റൺ ആവിടത് കേൾക്കറ. അപ്പോൾ പിന്നെ അതൊന്ന് റൺ ആവിട സൗണ്ട് പിന്നെ എഞ്ചിത്തും ടാങ്ക് ഇടാവും നൻ്റെ ഏത് സ്വരം ബാക്കിര കിച്ചണ്ടതെല്ലാം പെൻഡിങ് അവരല്ലേ അവിടേക്ക് തുണി കൽകര സ്വരത്തും പെൻഡിങ് വെച്ചിട്ട് ಬೇಗ ಒಂದು ಕಿಚನ್ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാച്ചൊന്തു. അങ്ങനെ പിന്നെ ഇൻ്റെ പേർച്ച് എല്ലാ സ്വരെല്ലാം ആയിട്ടായ പിന്നെ കിട ഉറങ്ങി തിന്നാനുണ്ടായെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലുണ്ടല്ലേ ദുബായ് വൈറൽ ചീസ് കേക്ക് ഉണ്ട്. അതൊന്ന് ഈസി ആയിട്ട് ആക്കിയിട്ട് എടുക്കാച്ചെന്നുണ്ട് ചെന്നാൽ സിമ്പിളായിട്ട് നോർമലായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഒരു കേക്ക് ബേക്ക് ആക്കിയിട്ട് എടുക്കുക എന്തില്ല ചെന്നെങ്കിൽ ഒരു 40 to 45 minutes ഞങ്ങൾക്ക് ബേക്ക് ആക്കുക ടൈം എടുക്കറ് കേക്കറു. ಜಂಡ ಮತ್ತು ಎಂದ್ರಿಸಿದಂಟಾಯಿಂಗ್ ಅದಕ್ಕೆ പിന്നെ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ ನಂಗೆ ಮಿಕ್ಸ್ ಆಗಿ ಇಟ್ಟು കൊടുക്കും ഒരു 10 to 15 minutes ടൈം എടുത്തിട്ടായെങ്കിൽ എന്തായെങ്കിൽ ഒരു ಗಂಟೆ ഞങ്ങൾക്ക് കേക്ക് ബാക്കിലേ പോകണ്ടല്ലേ. അപ്പോൾ അതെന്തും ടൈം എടുക്കണ്ട ഒരു 5 minutesൽ ഞങ്ങൾക്ക് ആ ഒരു ചീസ് കേക്ക് ക്രീമി ചീസ് കേക്ക് ഉണ്ടല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ആക്കുറച്ച് ಅಂತ ನಾನು ನಿಮಗೆ കാട്ടിത്തന്നെ. അപ്പോൾ ആർഗായം കൊണ്ടല്ലേ സഡൻ ഒരു കേക്ക് തിന്നോക്ക് മനസ്സായിട്ടുണ്ടായെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ആക്കിയിട്ട് നോക്കുമ്പോഴത്തെ റെസിപ്പി ആവായിട്ട് ನಾನು ನಿಮಗೆ കാട്ടുറേ. പിന്നെ ഉണ്ടല്ലേ ഈ ഒരു കേക്ക് ನಾನು
ಟ್ರೈ ಹಾಕಿಲ್ ಪಿನನಕ ಇದು ಬೆರ್ದೆಗಲ್ಲ ಈ ഒരു ರೆಸಿಪಿ ವೈರಲ್ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് കുറേ റെസിപ്പി ഇങ്ങനെ വൈറലായി എന്തുണ്ടല്ലേ ഇതൊക്കെ മുന്നല്ലോ മസ്ക പറഞ്ഞതേപോലെ അതും ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ അപ്ലോഡ് ആക്കിരാറേം പുതിയ നോക്കറങ്ങി നേരണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആക്കിയിട്ട് ലിങ്ക് ഇട്ടേ പിന്നെ അത് നല്ലൊരു വൈറലായിട്ട് ഇന്നല്ലേ അത് പിന്നെ വൈറലായാൽ പിന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കിയാൽ പിന്നെ ഗൊಂತು ഇത് ഇത്ര ടേസ്റ്റി ആയിക്കനല്ല വൈറലായിരേച്ചെ ಅಂತ അങ്ങനെ അപ്പോൾ ಬೇಗ ಒಂದು ಕಿಚನಿಂದ ಕ್ಲೀನ್ ಆಕಿಟ್ಟು ಎಡ್ಕೊಬೋದು ನಿങ്ങളൊട്ടೊಂದು പൽക്കഞ്ഞിട്ട് രണ്ടൊന്ന് സൊറന്ന് ആക്കിയിട്ട് എടുക്കരച്ചൊಂತು അങ്ങനെ അപ്പോൾ ಅದರ ಪೆರೋಲೆ ನಂಗೆ ವೈರಲ್ ಫಿಶ್ ಫ್ರೈರೋ ಆ ರೆಸಿಪಿയും ಬಂತಿಂತು അപ്പോൾ ಅದರ ಪೆರೋಲೆ ഇപ്പോൾ ഈ ഒരു ചീസ് കേക്ക് ഉണ്ടല്ലേ നല്ലൊരു വൈറലിൽ പോയി എന്തുണ്ടു അപ്പോൾ ഇൻസ്റ്റ യൂട്യൂബ് ഏത് റീൽസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രീം ചീസ് ഒരു വീഡിയോ എത്തിക്കുക അപ്പോൾ എന്തായെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഷെയർ ആക്കിയിട്ട് തരാം അതും സിമ്പിൾ ആയിട്ട് പിന്നെ ചുമ്മാ ನಂದು ಚಾನಲ್ലുണ്ടല്ലേ ನಾನು ಆ ಇತ್ರ ನಿಂಗೆ ಈಸಿ ಆಯ್ತುള്ള ರೆಸಿಪೀಸ್ ರಮೆ ಯಾರು ಶೇರ್ ಹಾಕಿರ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളിനൊക്കെ കമൻറ്റ് ആക്കി തിന്ന് റീസെൻ്റായിട്ട് തെല്ല് പൽക്ക ബരീരോ കൊറോടി ಹಾಕೋರೋಚು ಅಂತ അപ്പം ഞാനിങ്ങ് തൻ്റെ റിപ്ലൈ എന്തിരിച്ചെന്നുണ്ടെങ്കിൽ പൽക്കറിയൊക്കെ ഇഷ്ടം വ്ളോഗ് എന്ത് ആക്കുന്നു വ്ളോഗ് ആക്കുന്നതും നിങ്ങളുടെ പൽക്കറിയതും അതിൽ നക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് നക്കിഷ്ട വ്ളോഗ് ആക്കുന്നതും കുക്കിംഗ് ആക്കുന്നതും അതും നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നതും അപ്പം നിങ്ങൾ ഓരോരുത്തർ ഓരോരോ അഭിപ്രായം ചെല്ലതും നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ പോസിറ്റീവ് ആക്കിയിട്ട് കമൻറ്റ് ആക്കിയെങ്കും നക്ക് നല്ലമേ നെഗറ്റീവ് ആയിട്ട് കമൻറ്റ് ആക്കിയെങ്കും നക്ക് നല്ലമേ നക്ക് അതിലെന്തും പ്രോബ്ലംസ് ഇല്ല നക്ക് ഒരു കമൻസും കിട്ടല്ലേ അപ്പോൾ എന്തായെങ്കും ഇതേപോലെ കമൻറ്റ്സ് ആക്കുന്നത് മിസ്സാക്കണ്ട ജസ്റ്റ് ഒരു ഹാർട്ട് ആയെങ്കും തന്ന് കമൻറ്റ് ആക്കിയാൽ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് റെസിപ്പിക്ക് പോയി അപ്പോൾ നാനുണ്ടല്ലേ ഒരു ബൗಲ್ಗೆ ಬಟರ್ ಎತ್ತು ಕೊಡ್ತೀರಾ അപ്പോൾ ಕ್ರೀಮ್ ನಿಂಗೆ ಎತ್ತರ ಕ್ವಾಂಟಿಟಿಲಿ ಬೇನೋ ಅತ್ರ ನಿಂಗೆ ಬಟರ್ ಕ್ವಾಂಟಿಟಿ ಇರ್ತಂಟ ಹೆಂಗೈತೆ അപ്പോൾ ತೆಲ್ ಕ್ರೀಮ್ ಯಾರಮೇ ಹಾಕಿಟ್ಟು ಬೇಕಂತ ನಾನು ಬಟರ್ ಒಂದು ಬೆಚ್ಚಿತ್ತು ಬಿಟ್ರೆ ಬೌಲ್ಗೆ ಇಟ್ಟಿತ್ತು ಫ್ರಿಡ್ಜಿಲಿಂತ ತೆಲ್ಲಾರ ಪರ್ತು ಬೆಚ್ಚಂಟ ಹೆಂಗೆ ತೆಲು ಸಾಫ್ಟ್ ಆಯ್ತು കിട്ടറല്ലേ അങ്ങനെ അതിൽ പിന്നെ ಇದಕ್ಕೆ ನಾನು ಇನ್ಸ್ಟೆಂಟ್ ಆಯ್ತುಲ್ಲೋ ಮಿಲ್ಕ್ ಮೇಡ್ ಇಟ್ಟರೆ അപ്പം നിങ്ങൾക്ക് ടിന്നൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ എടുക്കാറുണ്ട് അത് എടുക്കുറു ഇൻസ്റ്റൻറ്റ് ആയിട്ട് എങ്ങനെ ഞങ്ങൾ മിൽക്ക് ಮೇಡ್ ಹಾಕ್ರೋ ಚೆಂದ ನಾನು ಅವರು ಮಸ್ಕ ಬಂಡು ರೆಸಿಪಿ ಇಟ್ಟರೆ ಚೆನ್ನಲ್ಲೇ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ನಾನು ഷെയർ ആക്കിയത് ഫട്ടാഫട്ട് ഒരു 2 നിമിഷത്തിൽ ഞങ്ങൾക്ക് മിൽക്ക് ಮೇಡ್ ಔತ್ಲೆ ಹಾಕಿಟ್ಟು എടുക്കോಡು നല്ലൊരു കൺസിസ്റ്റൻസി വെച്ചിട്ട് അപ്പോൾ അത് എനിക്ക് അങ്ങനെ ಹಾಕ್ರೋ ಚೆಂದುണ്ടല്ലേ ನಾನು ಅದು ಅಂಗನವಾಡಿയിൽ കിട്ടുന്ന പാലിൻ്റെ പൊടിയില്ലേ അത് യൂസ് ആക്കിയിട്ട് ಐತಿಕ್ಕರು ಮಿಲ್ಕ್ ಮೇಡ್ ಹಾಕಿ ತರ್ತಾರೆ ರೆಸಿಪಿ ಯಾರಿಗೆ ಬೇನಂಟೆ ಮಿಲ್ಕ್ ಮೇಡ್ ರೆಸಿಪಿನ ಕಮೆಂಟ್ ಹಾಕೋರು ಲಿಂಕ್ എന്തായെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ ആക്കിയിട്ട് ഷെയർ ആക്കിയിട്ടണ്ടേ അങ്ങനെ ബട്ടർ ഒന്നാക്ക് ഞങ്ങൾക്കുണ്ടല്ലേ ಗಟ್ಟಿಪಲೆ ಇಂತಿಂಟಾಂಗೆ ಈ ഒരു ಕ್ರೀಮ್ ಹಾಕೋಕೆ നല്ല ಕಷ್ಟಪಲೆಮೇ ಅವರು അപ്പോൾ മധുരத்துக்கு ಬೇನೈತ್ರೆ ನಾನು ಮಿಲ್ಕ್ ಮೇಡ್ ರೇಟ್ ಇಟ್ಟು ಕೊಡ್ತಾರೆ ನೆಕ್ಸ್ಟ್ ಏನು വെച്ചാൽ ಇದಕ್ಕೆ ನಿಂಗೆ ಮಧುರಮೈ ಐತ್ಲಂಟಾಂಗೆ ಶುಗರ್ ಪೌಡರ್ ಇಟ್ಟು ಬಟ್ ನಾನು ಶುಗರ್ ಪೌಡರ್ ಇಟ್ಟಿಲ್ಲ ಅವರು ರಿಚ್ ಟೇಸ್ಟಿಗೆ ಇಟ್ಟಿಟ್ಟು ಚೊಂತು ನಾನುಂಡಲ್ಲಿ ഇവിടെ മിൽക്ക് മേഡ് യൂസ് ആക്കിയിട്ട് കൊടുത്തുറേ അപ്പോൾ ഇവിടെ ಇದಕ್ಕೆ ಬೇನಂಟಾയ ನಿಂಗೆ ಕ್ರೀಮ್ ಚೀസും ആഡ് ആക്കിയിട്ട് കൊടുക്കുക പിന്നെ ഞങ്ങൾ ഓൾറെഡി കേക്ക് ചീസ് ഇട്ടത് കൊണ്ടിട്ടു ಇದಕ್ಕೆ ನಾನು പിന്നെ ചീസ് ഇട്ടത് സ്കിപ്പ് ആക്കിയ അത് നിങ്ങൾക്ക് ಬೇನಂಟಾಯಂಗೆ ಗಿಡ ಎಲ್ಲಂಟಾಯಂ ಸ್ಕಿಪ್ ಆಗ അങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾ നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടായെങ്കിൽ ക്രീം ಅಂತೂ ರೆಡಿ ചെയ്തിട്ട് ഇട്ടറല്ലേ അപ്പോൾ ನಾನು എനിക്ക് ചെന്നല്ലേ ഇൻസ്റ്റൻറ്റ് ആക്കിയിട്ട് എടുക്കുമ്പോഴത്തത് ഞങ്ങൾക്ക് ഈ കേക്ക് സ്പോഞ്ച് ആക്കുകയെല്ലാം ടൈമേ ഇല്ല ബട്ട് ആ ഒരു വൈറൽ ചീസ് കേക്ക് എന്തായെങ്കിലും തിന്നോണ്ടിട്ടുണ്ടായെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കും സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടായെങ്കೈತೆ ಅದರ ಸೈಡ್ಸ್ ಎಲ್ಲ ಉಡಲೆ ഇങ്ങനെ ഒന്ന് കട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടായെങ്കೈತೆ അപ്പോൾ ഞങ്ങൾക്ക് ಬೇಗമേ ആക്കിയിട്ട് എടുക്കുക ഞങ്ങൾ നല്ല ടൈമും സേവ് ആവും അതിൽ പിന്നെ ഞങ്ങൾക്ക് എന്തായെങ്കിലും ക്വിക്ക് ആക്കിയിട്ട് ഒരു സ്വീറ്റ് ആക്കി തിന്നോനೂ ചെಂತ മനസ്സായിട്ടായെങ്കിൽ നല്ലൊരു ബെസ്റ്റ് റെസിപ്പി ഉണ്ട് ചെല്ലാം അപ്പോൾ ಇದ್ರ ಬ್ರೌನ್ ಕಲರು ನಿಂಗೆ ഇങ്ങനെ ಬ್ಯಾಂಡಂಟಾಯಂಗೆ ಕಟ್ಟಾಕ್ರು ಬ್ಯಾಂಡಂಟಾಯಂಗೆ നിങ്ങൾ അത് ഇട്ടിട്ട് കൊടുക്കുറു ബട്ട് കട്ടാക്കിയെങ്കിൽ ഉണ്ടല്ലേ അതൊരു നല്ലൊരു ടെക്സ്ചറും പിന്നെ അതൊരു ടേസ്റ്റ് കിട്ടേ ബട്ട് കട്ടാക്കിയിട്ടില്ലാണ്ടായെങ്കിൽ അതൊരു സൈഡിൽ നിന്ന് ഒരു ബ്രെഡ് ഇക്കറല്ലേ ഒരു കയ്പ്പ് ടേസ്റ്റ് ಬಂಡ ಪಲ ಚಾನ್ಸ್ ಸಿಕ್ಕು ಬಟ್ ನಾನು ಯೂಸ್ ಹಾಕಿತ್ತಿಲ್ಲ ಬಟ್ അങ്ങനെ ಬಂಡ ಚಾನ್ಸ್ ಸಿಕ್ಕು ನಂಗೆ ನಾರ್ಮಲಾയിട്ട് ಪುಡ್ಡಿಂಗಿಗೆಲ್ಲ ತೆಲ್ಲಿ ಯೂಸ್ ಹಾಕಿಟ್ಟು ಕೊಡ್ತಾಂಟಾಯಂಗೆ അങ്ങനത്തെ ഒരു കയ്പ്പ് പണ്ടില്ല ഒരു ജസ്റ്റ് ಬಟ್ ನಂಗೆ നല്ല അടിപൊളി റിച്ച് ടേസ്റ്റ് ആയിട്ട് ಬೇರಂಟಾಯಂಗೆ സൈഡ് ಅದೆಲ್ಲ ಕಟ್ಟಾಕಿಟ್ಟು ಕೊಡ್ತಿತ್ತು ಅದನ್ನು ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റിൽ വേണം അത്ര ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി ആറ് എടുക്കുറു അതെല്ലാം നിങ്ങൾക്ക് ഒരു ചെറിയ കേക്ക് ആക്കുറുണ്ടായി മിനി കേക്ക് ആക്കുറുണ്ടായെങ്കിൽ ഞങ്ങൾക്കുണ്ടല്ലേ 2 സൈഡിಗೆ വെച്ചിട്ട് ആക്കാനുണ്ടില്ല ഒരേ സൈഡിಗೆ ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ആരെയും എൻ്റെ ചാനലുണ്ടല്ലേ ഫസ്റ്റ് ടൈം നോക്കുറങ്ങിന്നാറുണ്ടായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് നോക്കുറു പിന്നെ ഉണ്ടല്ലേ സൈഡിലുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലേ അതിൽ ഓൾ ചൈൽഡ് ഓപ്ഷൻ ಕ್ಲಿಕ್ ಹಾಕೋರು ಅಪ್ಪಮೇ ನಿಂಗೆ ನಾನು പിന്നെ ಇಡೋ ವೀಡಿಯೋದ ನೋಟಿಫಿಕೇಷನ್ ಬೇಗ ಬಂತಿರ್ತಾರೆ കുറേ ആൾ വീഡിയോസ് നോക്കുറാറ് നല്ല സപ്പോർട്ട് ആക്കുറാറ് ബട്ട് വീഡിയോക്ക് ലൈക്ക് ആക്കിയിട്ടില്ല അപ്പോൾ എന്തായെങ്കിലും വീഡിയോക്ക് ലൈക്ക് ആക്കുറ മറക്കണ്ട നല്ല എക്സ്പെക്റ്റ് ആക്കി തിക്കര ഈ ഒരു വീഡിയോക്ക് നല്ലൊരു ലൈക്കും നിങ്ങൾ തണ്ടാറിച്ചൊന്തു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊരു എനിക്ക് കമൻറ്റിലും ഒന്ന് മെൻഷൻ ആക്കി ചെല്ലറോ അങ്ങനെ നിങ്ങളുടെ പൽക്കഞ്ഞ് ബ്രെഡ് ഒന്ന് കട്ടാക്കി സൈഡ് എടുത്തിട്ടായിട്ട് അതിൽ പിന്നെ കൂടെ നിങ്ങൾ ഏതിൽ നിങ്ങൾ സെറ്റാക്കിയിട്ട് എടുക്കിടാറ് ഏത് ട്രേയിലോ അല്ലെങ്കിൽ പ്ലേറ്റിൽ സെറ്റാക്കിയിട്ട് എടുക്കിടാറ് ആ ഒരു ഇട എടുത്തിട്ട് കൊടുത്തിട്ടായെങ്കിൽ എടുത്തിട്ട് കൂടെ ഉണ്ടല്ലേ
ಬ್ರೆಡ್ಡು ಬೆಚ್ಚಿದ್ದು ಕೊಡ್ಕರು. ಬ್ರೆಡ್ ಬೆಚ್ಚಿದ್ದು ಕೊಡ್ತಿದ್ದ ಆಯ್ಪಿನ ನಾರ್ಮಲ್ ಆಯ್ತು ನಂಗೆ ಕೇಕ್ಗೆ ಶುಗರ್ ಸಿರಪ್ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕ್ರಲ್ಲ. ಬಟ್ ಇವರು ಕೇಕ್ ರೋಡಿಂಗ ಸ್ಪಾಂಜ್ ಹಾಕಿಟ್ಟು ಇಟ್ಕರಾರಂಟ ಹೆಂಗೂ ಅದಕ್ಕೆ ಶುಗರ್ ಸಿರಪ್ ಆ್ಯಡ್ ಹಾಕೋಗೆಂತುಮಿಲ್ಲ. അപ്പോൾ ഇവിടെ ഞങ്ങൾ റെഡിയാക്കി ഇപ്പിച്ചു അവർ ബട്ടർ ക്രീം ಇಂತಲೇ ಅದೊಂದು ಇದಕ್ಕೆ ಅಪ್ಲೈ ಹಾಕಿಟ್ಟು ಕೊಡ್ತಂಟ ಹೆಂಗೈತು. ನಾನು ವೀಡಿಯೋಲಿ ನಿಂಗೆ ಏನಾರ ಕಾಟಿಯಂತಲ್ಲ അങ്ങനെ ನಿಂಗೆ ಫಾಲೋ ಹಾಕಿಟ್ಟು ಬಂದಂಟ ಹೆಂಗೈತು. ഓരോരോ പീസ് ഇങ്ങനെ ബ്രെഡ് ബേക്കുമ്പോഴത്തേക്ക് ಅದಕ್ಕೆ ഓരോരോ തെല്ല ക്രീം ಬೇಕರು. പിന്നുണ്ടല്ലേ ഞങ്ങൾ ಇದಕ್ಕೆ ಪರ್ತಗೆ ಫುಲ್ಲು ಬ್ರೆಡ್ ಕ್ರೀಮರು ಕೋಟಿಂಗ್ ಹಾಕಿ ತೆಡ್ಕರಲೆ ಅದಾಯ ಸಬ್ಬಲು ಮಿಡಲ್ಗೆ ಬೇಕರು ಕ್ರೀಮ್ ಉಂಡಲೆ ಚೊಮ್ಮೆ തിക്കായിട്ട് നിങ്ങൾ പരട്ടിയിട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ ഓവർ ക്രീം ആയിട്ടുണ്ടായെങ്കിലും ഷുഗർ ഏറായിട്ടുണ്ടായെങ്കിൽ അതും ഞങ്ങൾക്ക് ஒவ்வொரு மாதிரி ಹೆಂಗೆ ತಿನ್ನೋಗೂ ಆವಿಲ್ಲಲೆ. അപ്പോൾ ಜಸ್ಟ್ ஒரு தின் லேயரில் ஐத்திக்கு நான் பரட்டிட்டு கொடுக்குறேன். ஒரு க்ரீமரும் எல்லாத்துக்கும் நாங்கள் எத்தனை லேயர் ಬೇಕ್ರೆ அத்தனை ಲೇಯರ್ಗೆ ஒரு ಸೈಡ್ಗೆ ಇങ്ങനെ ಬೆಚ್ಚಿಟ್ಟು ಕೊಡ್ತೇನೆ ಹೆಂಗೈತೆ. അപ്പോൾ കീഴത്തെ സൈഡിಗೆ ಇನ್ನೊರು ಲೇಯರ್ ಆದರೂ ಇಕ್ಕರಲ್ಲ ಅದು അവിടെ നല്ല സെറ്റായിട്ട് പണ്ട്. അപ്പോൾ ഞങ്ങൾ നോർമലായിട്ട് ഇപ്പം ഞങ്ങൾ ട്രെൻഡിങ്ങിൽ ഇന്ന് വീഡിയോസ് എല്ലാം നോക്കിയത് ഈ ഒരു ഷേപ്പ് ഒരു ഇതിലൈത്തിക്കറ് ഈ ഒരു ചീസ് കേക്ക് ಬಂಡೆ. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് റൊട്ടീൻ ನಿಂತಿಟ್ಟಾಗ നിങ്ങൾ അതിലും ആക്കി ತೆಡ್ಕ ಟೇಸ್ಟಿಗೆ ಡಿಫ್ರೆನ್ಸ್ ಎಂತ ಬಂದಿಲ್ಲ. നോക്കുകയൊരു നല്ല ലുക്ക് ഇക്കറിട്ട് മാത്രം ഈ ഒരു ഷേപ്പിൽ ആക്കി ತೆಡ್ಕರೆ. അപ്പോൾ നിങ്ങൾക്ക് ನಾನು പഠിച്ചെന്നല്ലേ ഇപ്പോൾ ഞാനിവിടെ ജണ്ട് ഒട്ടൊಟ್ಟಿಗೆ വെച്ചോണ്ടുള്ള ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടോക്ക് മാത്രം നിങ്ങൾക്ക് ഔത്തിൽ ഇങ്ങനെ മക്കൾക്ക് ആക്കിയത് കൊടുക്കാറുണ്ടായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആക്കി തിന്നാറുണ്ടായെങ്കിൽ ജസ്റ്റ് ഒരു പീസേ ഒരു ಲೇಯರೇ ಮೇಯವರು ಇನ್ನೊರು ಸೈಡ್ ಅದು ಬೇಕೋನು ಚೆಂತ ಎಂತುಮಿಲ್ಲ. ನಾನು ವೀಡಿಯೋ ಹಾಕಿರಲ್ಲ എന്തായെങ്കിലും അതൊരു ലുക്കിക്കട്ട് ചെന്ത് മാത്രം ಅದ್ರ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കರೆ. അപ്പോൾ ഇണ്ടുണ്ടല്ലേ മാത്രം ബ്ലോഗിൽ തെല്ലി ആരമേ പൽക്കറിഞ്ഞ് ಹೇಳ್ಚಂತೆ ನಕ್ಕೆ ಫೀಲ್ ಆಯ್ತುಂಡು. ഇങ്ങനെ മേ ഉണ്ടല്ലേ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ പൽക്കറിದ್ರು ടൈം പോണ്ടതേ ಗೊಂತಾವಲ್ಲ ഒന്നാമത്തത് നക്കു എന്ത് എതിർലും എല്ലാവരോട്ടിങ്ങനെ ദച്ചിട്ട് പൽക്കറിഞ്ഞ പലമേ ഒരു ഫീൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായെങ്കിലും ഇറിറ്റേറ്റ് ആവില്ല ചെന്ന് വിചാരിക്കറേ. അപ്പോൾ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായെങ്കിൽ ഇന്നത്തെ വ്ളോഗിൽ സോറി ആവുക അങ്ങനെ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ടുണ്ടായെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പാക്കും. നിങ്ങൾ സ്കിപ്പാക്കിയിട്ട് വീഡിയോ ഉണ്ടല്ലേ ഇങ്ങനെ പോസ് ആക്കിയിട്ട് ഓടിപ്പാട്ടിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടായെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടം ആവുന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ സീതത്തിലേ നോക്കി ഇങ്ങും മെയ്യോറും ഓക്കെ. അങ്ങനെ ഉണ്ട് രണ്ട് സൈഡിലും എല്ലാത്തും ക്രീം ഇട്ടിട്ടായി പിന്നെ ಅದರ ಮೇಲೊಂದು ಕ್ಲಿಯರ್ ಆಯ್ತು ಆ ಒಂದು ಜಂಡ್ ಪೀಸ್ ಬ್ರೆಡ್ ಬೆಚ್ಚಿರ ಚೆಲ್ಲದು ಗೊಂತಾವತ್ತಿರ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಅದರ ಕವರ್ ಹಾಕಿ ತೆಡ್ಕೊನ. അപ്പോൾ നോർമൽ ആയിട്ട് കേക്ക് ആക്കുറെങ്കും ಅದಕ್ಕೆ അങ്ങനെ നല്ല ഇങ്ങനെ ഷേപ്പിലൊന്ന് കവർ ആക്കിയിട്ട് എടുത്തായിട്ട് ಅದರ ಮೇಲ್ಗೆ ഇങ്ങനെ ചീസ് ഉണ്ടല്ലേ ಅದರೊಂದು ಸ್ಲೈಸ್ ಹಾಕಿಟ್ಟು ಇಟ್ಕೊಡ್ತಾಯಿತ್ತು. ಬಟ್ ನಕ್ಕೆ ಕೂಡ ಮನಸ್ಸಿಲ್ಲತ್ತೆ ಅಂದ್ರೆ ಗೊತ್ತುನಾ ಈ ಚೀಸ್ ಇದ್ರ ಮೇಲೆ ಗಿಟ್ಟಂಟಾಯಂಗೆ ಅದ್ರ ತಿನ್ನೋಗು ಟೇಸ್ಟ್ ఎక్కువ ಅಂತ അങ്ങനെ ಫೀಲ್ ಇಂತು. ಬಟ್ ಚೀಸ್ ಎಡ್ಕೊಂಬತ್ತಿಗೂ ಅನ್ಸಾಲ್ಟೆಡ್ ಚೀಸ್ ಎಡ್ಕೊರು ಸಾಲ್ಟಿನ ಚೀಸ್ ಎಡ್ಕಂಡ ಕಂಪ್ಲೀಟ್ ಟೇಸ್ಟ್ ಡಿಫ್ರೆಂಟ್ ಆಯ್ತು കിട്ടും. അപ്പോൾ ഈ ഒരു ചീസರು ഇങ്ങനെ കോട്ടിംഗ് ഒന്ന് ആക്കിയിട്ട് എടുത്തിട്ട് ಹೆಂಗೈತೆ. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ നിൽക്കുക അതേപോലെ ഞാനിവിടെ ആക്കിയിട്ട് എടുത്തേ. അപ്പോൾ ഇതൊന്ന് ഒരു 5 to 10 minutes ഫ്രിഡ്ജിൽ വെച്ചിട്ടായി പിന്നെ ഇതൊരു കട്ടാക്കിയിട്ട് ನಾನು ടെക്സ്ചർ കട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ആയിട്ട് ട്രൈ ആക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്ರೆಂಡ್ಸ್രോട്ട് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. എന്തായാലും മറക്കണ്ട ನಾನು ഫ്രിഡ്ജിൽ ಬೇಕಿರೋ ಟೈಮ್ ഉണ്ടല്ലേ ಯಾರಮೇ ಇತ್ತು അങ്ങനത്തെ എല്ലാം കട്ടാക്കോ കഷ്ട ಉಂಟು ಎಂಚಂದ್ರೆ ಆ ಕ್ರೀಮ್ ಉಂಡല്ലേ ಫುಲ್ ಗಟ್ಟಿ ಆಯ್ತಿಂತು ಬಟ್ നല്ല ಕೋಲ್ಡ್ ಆಯ್ತು ತಿನ್ನಂಗಂತೂ അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട.